അവൾ അഹങ്കാരിയും തന്നിഷ്ടക്കാരിയാണെന്ന് അവളെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടതാ. അന്ന് അവിടുന്ന് പിണങ്ങി ഇറങ്ങിയപ്പോ എല്ലാം അവിടം കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചതുമാണ്. ആ തീരുമാനം തന്നെ മതിയായിരുന്നു. അത് മാറ്റിയെടുത്തത് നിങ്ങൾ രണ്ടാളും കൂടിയാണ്. അതിനിപ്പോ എന്തുണ്ടായി? നീ എന്താടാ പൊട്ടനാ മറ്റോ ആണോ? ആ ടെക്സ്റ്റൈൽസിലും ജ്വല്ലറിയിലും ഒക്കെ അവള് കാണിച്ച പ്രകടനങ്ങളൊക്കെ നീയും കണ്ടതല്ലേ? നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടല്ലേ അവള് ജാൻസി റാണിയെ പോലെ നിന്ന് ആടിയത്? കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾക്ക് ചേർന്ന പെരുമാറ്റം വല്ലതുമാണോ അവൾ അവിടെ കാണിച്ചു കൂട്ടിയത്? അത് പിന്നെ അവള് കുറച്ച് ലോകം കണ്ട പെണ്ണല്ലേ മുത്തശ്ശി. അതാണ് കുഴപ്പം. കണ്ണിനെ കയം കാണിക്കും പോലെയാണത്. ഇവളെ പോലുള്ള പെൺകുട്ടികളെയൊക്കെ അടക്കി ഒതുക്കി വീട്ടിൽ നിർത്തുക വേണ്ടത്. അല്ലാതെ പഠിക്കാനാണെന്നും പറഞ്ഞ് കയറൂരി വിട്ടാലേ ഇതാവും ഗതി. നമ്മളെ മാനിക്കണ്ടപ്പ. തള്ളയും തന്ത എവിടെ ഉണ്ടായിരുന്നല്ലോ, അവരെയെങ്കിലും. അതുണ്ടായോ? ഇല്ലല്ലോ. പോലീസ് വന്നപ്പോ അവള് നെഞ്ചു പിരിച്ച് നിൽക്കലായിരുന്നോ? അത്രയും ആണുങ്ങളോട് നിൽക്കുമ്പോ അവക്കതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവളിത്തിരി ഓവർ സ്മാർട്ട് ആയിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാ അവൾ അങ്ങനെ ചെയ്തത് എന്നുകൂടി ഓർമ്മിക്കണം. അവള് തന്റെ ഇടത്തോടു കൂടി നിന്നതുകൊണ്ടല്ലേ ജ്വല്ലറിയിൽ നടന്ന കള്ളത്തരം കൈയോടുകൂടി പൊക്കാനായത്. അത് നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിലെ എനിക്ക് പാർവതിയോട് മതിപ്പാണ് തോന്നിയത്. അല്ല, ഞാൻ അവളെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തൊന്നും അല്ല. ഇന്നത്തെ കാര്യത്തിൽ അവള് ചെയ്തത് ശരിയായിരുന്നു എന്ന് പറയുമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും പാർവതി ചെയ്ത പ്രവൃത്തിയോട് എനിക്ക് യോജിക്കാനാവില്ല. ഇങ്ങനൊരു പെണ്ണിനെ അല്ല ഞാൻ ഇന്ദ്രന് വേണ്ടി പ്രതീക്ഷിച്ചത്. ഒച്ച പുറത്ത് കേൾക്കാത്ത അനുസരണയുള്ളൊരു പെണ്ണ്. അങ്ങനെ ഒരുത്തി വേണമായിരുന്നു ഇന്ദ്രന്. ഇനി അത് നടപ്പുള്ള കാര്യമാണോ? കല്യാണം ഉറപ്പിച്ച് പിന്മാറാന്ന് വെച്ചാ അത് വലിയ നാണക്കേടാ. മുത്തശ്ശി ഒന്ന് സമാധാനിക്കും. പാർവതിയുടെ സ്വഭാവം പെരുമാറ്റമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അവൾ അറയിലും അമ്പലത്തിലും ഒതുങ്ങുന്നവളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്താ ഇനി മിക്കവാറും അവൾ ഇവന്റെ തലേ കയറി നൃത്തമാടും.